ഹിജാബ് വിവാദത്തെ തുടർന്ന് അടച്ചിട്ട പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂൾ ഇന്ന് തുറക്കും. വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റ് ഉപജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ടും ഇന്ന് സമർപ്പിക്കും. രമ്യതയിൽ പരിഹരിച്ച വിഷയം വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഊതിക്കത്തിയുകയാണെന്ന് സെന്റ് റീത്ത സ്കൂൾ അഭിഭാഷക ഇന്നലെ ആരോപിച്ചിരുന്നു. വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, സ്കൂൾ ഇപ്പോൾ തുറക്കുകയാണ്, പക്ഷേ വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഇത് സംബന്ധിച്ച് ഒരു ധാരണയിലൊക്കെ എത്തിയിരുന്നതാണ്. കുട്ടിക്ക് ഹിജാബ് ധരിക്കുന്നതിനുള്ള ഒരു സമ്മതം നൽകിയിരുന്നതാണ്. കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കേട്ടതുമാണ്. ഏത് നിറത്തിലുള്ള ഹിജാബ് അടക്കമുള്ള കാര്യങ്ങൾ അക്കാര്യത്തിൽ സ്കൂളിന് തീരുമാനമെടുക്കാം. പക്ഷേ അതിനിടയ്ക്ക് ഇപ്പോൾ വീണ്ടും ആരോപണവുമായി സ്കൂൾ അഭിഭാഷക രംഗത്തെത്തിയിരിക്കുകയാണല്ലോ. വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ ഒരു വിഷയം ഊതിക്കത്തിക്കുന്നതായി. സ്വപ്ന, ഈ ഹിജാബ് വിവാദത്തെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസമായി തന്നെ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂള് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ സ്കൂള് ഈ വിഷയത്തിൽ പരിഹാരമുണ്ടായതിനു ശേഷം ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഏതായാലും സ്കൂളിൻ്റെ പ്രവർത്തനം ഇന്നു മുതൽ ആരംഭിക്കും. എന്നാൽ ഇന്നലെ രാത്രി വൈകി വീണ്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അത് ഈ ഹിജാബ് ധരിക്കാനായിട്ട് സ്കൂൾ മാനേജ്മെൻറ്റ് കുട്ടിക്ക് അനുമതി നൽകി എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് വീണ്ടും ഒരു വിവാദം ഉണ്ടായത്. ഇന്നലെ രാത്രി സ്കൂളിൻ്റെ അഭിഭാഷക മാധ്യമങ്ങളെ കാണുകയും ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ അടക്കം വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിഷയം രമ്യതയിൽ പരിഹരിക്കപ്പെട്ടതാണ്. എന്നാൽ പിന്നീട് മന്ത്രിയുടെ ഒരു FB പോസ്റ്റോടുകൂടി ഈ വിഷയം വീണ്ടും ആളിക്കത്തിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളൊരു ആരോപണമാണ് ഈ അഭിഭാഷക മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതായത് ഇന്നലെ ഒരു സമവായത്തിലേക്ക് എത്തിയത് സ്കൂളിൻ്റെ ബൈലോ പ്രകാരമുള്ള ഇതനുസരിച്ച് കൊണ്ട് ഈ യൂണിഫോമിന് പകരം മറ്റ് വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ തന്നെ ഈ ബൈലോ അനുസരിച്ചുള്ള വസ്ത്രം തന്നെ ധരിച്ചെത്തും എന്നുള്ളൊരു കാര്യം ഈ കുട്ടിയുടെ പിതാവ് തന്നെ അംഗീകരിച്ചതാണ്. എന്നാൽ പിന്നീട് മന്ത്രിയുടെ പോസ്റ്റിൽ പറയുന്നത് കുട്ടിക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഹിജാബ് ധരിക്കാം, അത് ഏത് നിറത്തിൽ വേണം, അതിൻ്റെ ഡിസൈൻ അടക്കമുള്ള കാര്യങ്ങൾ സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം, എന്നാൽ ശിരോവസ്ത്രം ധരിക്കുന്നതിന് യാതൊരു വിലക്കുമില്ല. ഈ വിഷയത്തിൽ സ്കൂൾ ഇന്ന് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം എന്നതടക്കമുള്ള ഒരു കാര്യമായിരുന്നു വി ശിവൻകുട്ടി പറഞ്ഞത്. എന്നാൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശം സ്കൂളിന് ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ വിഷയം നിലവിലിപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ മന്ത്രി തന്നെ ഒരു പോസ്റ്റ് ഇടുന്നതോടുകൂടി തന്നെ കോടതിയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളൊരു ആരോപണമാണ് ഏതായാലും സ്കൂളിൻ്റെ അഭിഭാഷക കൂടി ഇന്നലെ ആരോപിച്ചിരിക്കുന്നത്. ഇന്ന് സ്കൂൾ തുറന്ന് പ്രവർത്തിക്കും എന്നറിയിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഈ വിഷയത്തിൽ സ്കൂളിൻ്റെ നിലപാട് വ്യക്തമാക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് സ്കൂൾ മാനേജ്മെൻറ്റും ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്കൂൾ മാനേജ്മെൻറ്റ് അറിയിക്കും എന്നുകൂടി ഏതായാലും പറയുന്നുണ്ട്. ഈ ശിരോവസ്ത്രം ധരിക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ വ്യക്തമാക്കുന്നത്. അതായത് നിലവിലെ നിയമാവലി അനുസരിച്ച് ഈ കാര്യം അനുവദനീയമല്ല. ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കുട്ടി അഡ്മിഷൻ അടക്കമുള്ള കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്. പിന്നീട് ഈ വിവാദമുണ്ടായതിന് പിന്നാലെ തന്നെ ഈ കാര്യങ്ങൾ, അതായത് സ്കൂളിൻ്റെ നിയമാവലി അനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യം കുട്ടിയുടെ പിതാവും അംഗീകരിച്ചതാണ്. എന്നാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെയാണ് സ്കൂൾ മാനേജ്മെൻറ്റും പോകുന്നത്. സ്വപ്ന.